ഈ പൊങ്കാല തലസ്ഥാന നഗരിയിലെ ആളുകളുടെ ഒരു ഉത്സവം തന്നെയാണ്. ഇവിടെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്? ഇവിടെ എല്ലാ സാധനങ്ങളും കലം, തവി, പ്ലാസ്റ്റിക്കിന്റെ പാത്രങ്ങള്, സ്റ്റീൽ പാത്രങ്ങള്, എണ്ണതിരി, പൊങ്കാല സാധനങ്ങളെല്ലാം ഉണ്ട്. പഴക്കൊല, ശർക്കര എല്ലാം പൊങ്കാലയുടെ സകല സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ഒരു പൊങ്കാല ഇടാൻ വരുന്നത്? ശരിക്കും എങ്ങനെയാണ് ഈ പൊങ്കാല ഇടുന്നത്? പൊങ്കാല ഇടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അടുപ്പ് വെക്കുക, കലം വാങ്ങിച്ചുകൊണ്ട് പോയി വെള്ളം എടുക്കുക, പൊങ്കാലയുടെ അരി ഇടുക, പിന്നെ അതിന്റെ ചേരുവകളെല്ലാം ചേർക്കുക, നൈവേദ്യം തെളിച്ചിറക്കുക. എന്തൊക്കെയാണ് ഈ പൊങ്കാലയെ നിവേദ്യത്തിൽ ഉൾപ്പെടുത്തുന്നത്? എന്തൊക്കെയാണ്? അരി അല്ലാതെ ശർക്കര അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഈ പൊങ്കാല നിവേദ്യത്തിൽ ഉണ്ടാകുന്നത്? നെയ്യ്, തേങ്ങ, പഴം, ഏലക്ക, അണ്ടിപ്പരിപ്പ്, ഇതല്ല. പൊങ്കാല പായസം അല്ലാണ്ട് വേറെന്തൊക്കെയാണ് നിവേദ്യമായിട്ട് ഉണ്ടാക്കുന്നത്? നിവേദ്യമായിട്ട് തിരളി, മണ്ടപ്പുറ്റ്. തിരളി എന്ന് പറയുമ്പോൾ മൈനയിലക്കകത്ത് തിരളി മാല ഉണ്ടാക്കും ദേവിക്ക്. പിന്നെ മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത് നമ്മൾ തലവേദനയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അത് അരിപ്പൊടി, ചെറുപയർ പൊടി, ശർക്കര, തേങ്ങ, തിരുമല്, നെയ്യ്, ഏലക്കാപ്പൊടി, ഇത്രയും തന്നെ. അത് ഉണ്ട ഉരുട്ടി നമ്മള് ഇഡലിക്കുട്ടത്തിനകത്ത് വെച്ച് തലയുടെ ആകൃതിയിൽ മണ്ടപ്പുറ്റുണ്ടാക്കുക. ചേച്ചി ഇപ്പം ഈ പാത്രങ്ങൾ, ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് എത്ര രൂപയായി ഇതിനൊക്കെ? എത്ര കഴിഞ്ഞ തവണ വില കൊടുത്തിട്ടുണ്ടോ ഈ പാത്രങ്ങളൊക്കെ? ഇല്ല, ഒരു കലത്തിന് 60 രൂപ വില, അത്രയേ ഉള്ളൂ. ഒരു തവി 20 രൂപ, ചിരട്ട തവിക്ക്. കൂട്ടിയൊന്നും അല്ല വാങ്ങിക്കുന്നത്. ചേച്ചി എല്ലാ വർഷവും ഈ സാധനങ്ങളൊക്കെ വിൽക്കുന്നതാണോ ഇവിടെ? ഈ ചേച്ചിയാ, ഞാൻ ഇവിടെ അടുത്ത് അതിന്റെ ഒരാളാണ്. അപ്പോഴും ഞാൻ ഇവിടെ പിറ്റി ചാക്കോയി PG പിള്ളാരെ നിർത്തുക. അപ്പോഴും നമ്മള് തൊട്ട് ബാക്കിലാണ്. ഞങ്ങൾ കൊട്ടാരക്കരക്കാര അടുത്തായതുകൊണ്ട് നമ്മളും വന്ന് ഇതുപോലെ ആളായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പൊ എല്ലാ വർഷവും ഒന്ന് പൊങ്കാല ഇടാറുണ്ടോ? ഞാൻ ഒരു 10-35 വർഷം കൊണ്ട് പൊങ്കാല കൊട്ടാരക്കരയെന്ന് അവിടെ നിന്ന് ആരും വരാത്ത കാലം മുതൽ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടും കിഴക്കേക്കോട്ട പഴവങ്ങാടിയില്. ഇപ്പൊ ഇവിടെ ഇതായതുകൊണ്ട് നമ്മളിവിടെ കഴിഞ്ഞ വർഷം ഈ വർഷമേ ഉള്ളു ഇവിടെ. ബാക്കിയെല്ലാം പഴവങ്ങാടിയിലായിരുന്നു. അവിടെ ഭയങ്കര തിരക്കും ബഹളമായിരിക്കും. അന്നത്തെ എനിക്ക് കുറെ കൂടെ ആവതുള്ള സമയമാകുമ്പോ തിരക്കൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഇപ്പൊ എനിക്ക് അത്രയും ഇടി കൊള്ളാൻ വയ്യാത്തോണ്ട് ഇവിടെ ഒട്ടും. 35 വർഷം മുമ്പ് പറയുമ്പോ വലിയൊരു കാലം തന്നെയാണ്. 35 വർഷം മുമ്പ് എന്റെ മക്കള് കുഞ്ഞായിരിക്കുമ്പോ, ഇപ്പൊ മക്കൾക്കൊക്കെ 45-46 വയസ്സുണ്ട്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ എല്ലാരും ചോദിക്കും, കൊട്ടാരക്കരയെന്ന് ഇവിടെ പൊങ്കാലയ്ക്ക് വരുമ്പോ എവിടെ പോവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നാണ് പക്ഷെ അന്ന് ഞങ്ങളോട് അത് ചോദിക്കുമെങ്കിലും അന്നും വരും മലപ്പുറത്തുനിന്നും കാസർഗോഡുനിന്നും ഇവിടെ പൊങ്കാലയ്ക്ക്. പക്ഷെ കൊട്ടാരക്കരയെന്നൊക്കെ ഈ അടുത്ത കുറെ കാലം കൊണ്ടാ പൊങ്കാലയ്ക്ക് വരുന്നത്. ഏതാണ്ട് ഒരു 10 വർഷം കൊണ്ട്. ഞാൻ അതിനൊക്കെ മുമ്പേ വരും. മുമ്പേ വരാൻ കാരണമുണ്ട്. എന്റെ ഭർത്താവ് ഒരു മദ്യപാനിയായിരുന്നു. അപ്പോഴും വെഞ്ഞാറമൂട്ടിന്ന് ഒരു ചേച്ചി അവിടെ കെട്ടിച്ചോണ്ട് വന്നപ്പം എനിക്കും അറിയത്തില്ലായിരുന്നു നാട്ടുകാര്. അങ്ങനെ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മക്കള് കുഞ്ഞായപ്പം മുതൽ ഇപ്പൊ അവരുടെയൊക്കെ മക്കളെയും കെട്ടിച്ചു, കൊച്ചുങ്ങളായി. അന്നേരം വളരെ ചെറുപ്പം മുതല് ഞാൻ പൊങ്കാലയ്ക്ക് വരും. പൊങ്കാലയ്ക്ക് വന്ന് എന്റെ അമ്മയുടെ മണ്ണിൽ എനിക്ക് അന്നവും തന്നു. എനിക്കും എന്റെ മക്കൾക്കും ഞങ്ങൾ ഇവിടം കൊണ്ടാണ് ജീവിച്ചു പോന്നെ. ഇത് നടത്താൻ ഒരു അവസരം ഒരുക്കി തന്നത് അമ്മയാ. ചേച്ചി പൊങ്കാല സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണോ? ഞാൻ പൊങ്കാല സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ്. അമ്മയെക്കുറിച്ച് 2 സ്തുതി പാടിക്കോട്ടെ. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല, അന്നപൂർണേശ്വരിക്ക് പൊങ്കാല, ആദിപരാശക്തിക്ക് അഖിലാണ്ട രൂപിണിക്ക് 1001 കലം പൊങ്കാല, 10,000 കലം പൊങ്കാല. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മകം പിറന്നല്ലോ, മകം പിറന്നല്ലോ, മകം പിറന്നല്ലോ, മകം പിറന്നല്ലോ. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ വരാറുണ്ടോ? ഞാൻ 3 വർഷം കൊണ്ടാണ് തുടർച്ചയായിട്ട്. അത് കൊറോണ ഒന്ന് വീട്ടിട്ട് പിന്നെ തുടങ്ങുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണോ? അടുത്ത് തന്നെയാണ് വീട്. ഇത്തവണ പൊങ്കാലയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി? എല്ലാ ഒരുക്കങ്ങളായി. എവിടെ ഇത്തവണ പൊങ്കാല ഇടുന്നത്? ഞാൻ ഗണപതി അമ്പലത്തിനടുത്ത്. നേരത്തെ തന്നെ നമ്മുടെ എല്ലാം റെഡിയാക്കി സ്ഥലം പിടിച്ചു വെച്ചു, വൃത്തിയാക്കി വെച്ചു.
അപ്പം ഇനിയിപ്പോ എന്തായാലും നാളെ രാവിലെ 10 മണിക്ക് പൊങ്കാലിടാനുള്ള ഒരുക്കല്ലേ? ഇത് വേണ്ട നോൽമ്പൊക്കെ എടുത്തിട്ടുണ്ട്? കൊതുമ്പെല്ലാം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്, തേങ്ങ ഒരുക്കി, ഇനി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഇനി അമ്മയെ നടുവിൽ പൊങ്കാലിടുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും നമ്മൾ ഇപ്പൊ കണ്ടവരൊക്കെ തന്നെ അമ്മയുടെ ആ ഒരു ഭക്തിസാന്ദ്രമായ നാളത്തെ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ചേച്ചി വർഷങ്ങളായി പൊങ്കാലക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കാണ്. ഇത്തവണ എങ്ങനെയാണ് ഒരു കിറ്റ് ഒക്കെ കൊടുക്കുന്നത്? എങ്ങനെയാണ്? കിറ്റ് കൊണ്ട് ലൂസായിട്ടും എല്ലാവർക്കും എല്ലാ സാധനവും വേണ്ടല്ലോ, അതുകൊണ്ട് പല ഐറ്റങ്ങളാണ്. അന്നേരം അവർക്ക് ചില സാധനങ്ങളൊക്കെ മതിയാവും, അതുകൊണ്ട് ലൂസായിട്ടുണ്ട്, കിറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അത് 1/2 കിലോ, 1/2 കിലോ, 3/4 കിലോ, 1 കിലോ അങ്ങനെ. അത് 2 ദിവസത്തേക്ക് മുമ്പേ തുടങ്ങി എന്റെ കച്ചവടം. ഇത്ര രൂപയാവും ഒരു പൊങ്കാല കിറ്റിന്? ഒരു പൊങ്കാല കിറ്റിന് 1/4 കിലോയ്ക്ക് പൊങ്കാലയ്ക്കും പൂജയ്ക്കും എല്ലാം കൂടെ ആകുമ്പോ 235 രൂപയാവും. പഴവും മൊത്തത്തില്. എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്, ആ കിറ്റിനകത്ത്? കിറ്റിനകത്ത് അരി, ശർക്കര, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ നെയ്യ്, ഏലക്ക, ചന്ദനത്തിരി, പിന്നെ എണ്ണ, പിന്നെ കർപ്പൂരം, കൽക്കണ്ട്, എല്ലാം ഒരു 10-16 ഐറ്റം ഉണ്ട് എല്ലാം കൂടെ ഒരു കിറ്റിനകത്ത്. ചിലർക്ക് പായസത്തിന് മാത്രം മതിയാവും, ചിലര് അമ്പലത്തിന്റെ അടുത്തായോണ്ട് അമ്പലത്തിന് വേണ്ടി ആയതുകൊണ്ട് വേറെ പൂജ ഒന്നും വെക്കത്തില്ല. പിന്നെ ചന്ദനത്തിരി എങ്ങനെ പഴത്തി കുത്തി വെക്കും, അത്രേ ഉള്ളൂ. കിറ്റ് നമ്മൾ പൊങ്കാല പായസം ഉണ്ടാക്കാൻ മാത്രമാണോ, അല്ലെങ്കിൽ മണ്ടക്കുറ്റി അതൊക്കെ ഉണ്ടാക്കാനുള്ള കിറ്റ് വേറെ ഉണ്ടോ? അല്ല, അത് സെപ്പറേറ്റ്. മാവും ശർക്കരയൊക്കെ വേറെ തന്നെ കൊടുക്കുവാണ്, അത് കിറ്റായിട്ടില്ല. അത് ഇങ്ങനെ ചെയ്തു. ചേച്ചിപ്പോ പൊങ്കാല ഇടാറില്ല എല്ലാ വർഷവും? ഞാന് കുറെ വർഷത്തിന് മുമ്പേ സ്ഥിരം ഇട്ടോണ്ടിരുന്നത്. അപ്പോഴെനിക്ക് ഇങ്ങനെ ഈ പുകയും ചൂടും എല്ലാം കൂടെ അടിച്ച് ബോധമില്ലാതായി. അതിനുശേഷം ഇട്ടിട്ടില്ല. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് ഇടാറില്ല ഇപ്പൊ. അപ്പൊ ഞാൻ ഇങ്ങനെ 6 വർഷം കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന കട, നമുക്കിവിടെ കടയുണ്ട്, അതുകൊണ്ട് പൊങ്കാല അനുസരിച്ച് ഇത് ചെയ്യുന്നു. വിളക്കുകളും ചിരാകുകളും ഒക്കെ ഉണ്ടല്ലേ ഇവിടെ? എല്ലാ ഐറ്റവും ഉണ്ട്, ഇതിന് വേണ്ടുന്ന എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ അരി കഴുകാൻ പാത്രങ്ങള്, പിന്നെ വെള്ളം പിടിക്കാൻ ബക്കറ്റ്, പിന്നെ മണ്ടപ്പുറ്റ് ഒഴുകാനുള്ള ഇഡലി പാത്രം, അത് എല്ലാ ഐറ്റവും ഉണ്ട്. തിരുവനന്തപുരത്തിലല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ഇവിടേക്ക് എത്തിയ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ? എല്ലാ സാധനവും ഉണ്ട്. അത് കോഴിക്കോട്, മലപ്പുറം, അങ്ങനെ വടക്കുന്ന നോർത്തിൽ നിന്നൊക്കെ വരുന്നവർക്കെല്ലാം ഇവിടുന്ന് രാത്രിയിലാണ് അവരുടെ വണ്ടികൾ വരുന്നത്. അപ്പോഴാണ് നമുക്ക് കച്ചവടം. ഇന്ന് രാത്രിയിലേക്കാണ് കച്ചവടം കൂടുന്നത്. അത് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മള് പൊങ്കാല തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കച്ചവടം. ഇഷ്ടികളൊക്കെ എങ്ങനെയാ? പൊങ്കാല അടുപ്പ് കൂട്ടാനുള്ള ഇഷ്ടികയൊക്കെ അമ്പലത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. നമ്മുടെ സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്? നമ്മുടെ സാധനങ്ങൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.